മിസ്റ്റർ പ്രേംകുമാർ, നേരത്തെ പ്രഗത്ഭനായ വളരെ ആരാധനയോടെ ശ്രീ പൊടിപ്പാറ കാണുന്ന സി പി ജോൺ ആ ശൈലിയിൽ തന്നെയാണ് ഈ പ്രസംഗത്തിൽ ആ ഭാഗത്തൊക്കെ അദ്ദേഹം സഞ്ചരിച്ചതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച്, മലയാളിയുടെ ബിഹേവിയറൽ പാറ്റേൺ, അതിലെ അഭിനയത്തെക്കുറിച്ച് ഒക്കെയാണ് സി പി ജോൺ സംസാരിച്ചു വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, അതായത് ഈ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി വന്നപ്പോൾ സംസാരിച്ച സി പി ജോണിനെ കണ്ടു. എനിക്ക് തോന്നുന്നു അതൊരു അഭിനയമായിരുന്നു. ഇന്ന് കണ്ടതാണ് യഥാർത്ഥ സി പി ജോൺ. ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ സിദ്ധാന്തമായ ബിഹേവിയറൽ പാറ്റേണും ഈ അഭിനയമെന്ന്, മലയാളിയുടെ അഭിനയമെന്നും അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചതിൽ അദ്ദേഹത്തെ തന്നെ ഒരു കഥാപാത്രമാക്കിയാൽ, മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിലെ അഭിനേതാവും ഇന്ന് അദ്ദേഹം തന്നെയും എന്ന നിലയിൽ കാണണമോ പ്രേംകുമാർ? ശരത്ത്, അതായത് സി പി ജോൺ ജോർജ് പൊടിപ്പാറയെ പോലെ തന്നെ എന്റെയും വളരെ അടുത്ത സുഹൃത്താണ്. എന്റെയും ദീർഘമായിരുന്ന് സംസാരിക്കുന്നതിൽ വളരെ ഇഷ്ടമുള്ള മനുഷ്യനാണ്. മിനിസ്റ്റർ ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. കാര്യങ്ങളെ പറ്റി നല്ല 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 സെൻസിബിലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഇതിപ്പോ ഒരു കോൺഗ്രസിന്റെ മന്ത്രിയിൽ നിന്നോ ലീഗിന്റെ മന്ത്രിയിൽ നിന്നോ കേരള കോൺഗ്രസ് മന്ത്രിയിൽ നിന്നോ ആയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. സി പി ജോണിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഈ സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എത്രയായിരിക്കും എന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, കോട്ടുവായിടുമ്പോഴും വേറെന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നു പോകാൻ. ബാക്കി എല്ലാപ്പോഴും നമ്മളിങ്ങനെ ഇപ്പൊ സംസാരിക്കുന്ന ഞാനും ശരത്തും ഒക്കെ നമ്മൾ ഭയങ്കര അഫക്റ്റഡ് ആയിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ രണ്ട് പരിപാടിയും നടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ശബ്ദം വരിക. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് സി പി ജോൺ എന്നുള്ള കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പ്രാന്ത് പിടിച്ചിട്ടുണ്ട് ഈ പരിപാടി നടപ്പിലാക്കിയത്. അതിന്റെ കാരണവും ജോർജ് പൊടിപ്പാറ തന്നെ പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, സ്ത്രീകൾ ആരെങ്കിലും ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ബസ് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് പറഞ്ഞതും കർണാടകയിൽ അതുകൊണ്ട് വോട്ട് കിട്ടി എന്നുള്ള ഒരു ഹിസ്റ്ററിയും വെച്ചിട്ട്, പക്ഷെ കർണാടകത്തിലെ KSRTC ഇത് കാരണം ഭയങ്കര നഷ്ടത്തിലായി, ഭയങ്കര ക്രൈസിസിലായി. അത് തന്നെ ഇവിടെയും പ്രഖ്യാപിച്ചത് എല്ലാ ബസ്സിലും എല്ലാ സ്ത്രീകൾക്കും എല്ലായിടത്തും തന്നെയായിരുന്നു. നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അത് പറ്റില്ല എന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ജയിക്കുന്നു ഇവരന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും സി പി ജോൺ ഇന്ന് അത് പറയുമ്പോൾ അയാളുടെ ഫ്രസ്ട്രേഷൻ ആയിരുന്നാലും, ഇനി ഗതാഗത വകുപ്പ് കിട്ടിയതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ, ഈ മാതിരി ഒരു കുരിശ് അയാളുടെ തലയിൽ എടുത്തു വെച്ചതിന്റെ ആണോ, അയാൾ പറഞ്ഞു തുടങ്ങുന്നത് ബസ്സിന് കാശില്ലാത്ത സ്ത്രീ എന്നാണ്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ എന്നല്ലല്ലോ പ്രശ്നം. സ്ത്രീകളുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പിന്നെ ഇത് സൗജന്യം എന്നുള്ള വാക്കില്ല, അവിടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്. ഇതൊരു വെൽഫെയർ മെഷർ ആണോ? ഇപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ളത് സ്ത്രീകൾക്ക് വെറുതെ കൊടുക്കുന്ന പൈസയാണോ, സ്ത്രീകളുടെ അവകാശമാണോ? പൊതുവിദ്യാലയങ്ങൾ എന്നുള്ളത്, മെഡിക്കൽ കോളേജ്, സർക്കാർ ആശുപത്രികൾ എന്നുള്ളത്, തൊഴിലില്ലായ്മ വേതനം എന്നുള്ളത് ഒരു വെൽഫെയർ സ്കീമാണോ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണോ, അതോ ഫ്രീ ബി ആണോ? സാധാരണ സ്വകാര്യ കുത്തക മുതലാളിമാർ പോലും ഈ എന്താ പറയാ പ്രൈസ് ഡിസ്കൗണ്ട് ആയിരുന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടുന്ന സൗജന്യമായിട്ടല്ല കാണുന്നത്. അവരുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിനോ മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കേസിലാകുമ്പം അതൊരു സോഷ്യൽ സെക്യൂരിറ്റി മെഷറാണ്. ഇവിടെ ഇപ്പൊ പൊടിപ്പാറ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ അതിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള. പക്ഷേ ഒരു വലതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന സി പി ജോണിനെ പോലുള്ള ഒരാൾ പോലും അതിനെ കാണുന്നത് സൗജന്യമായിട്ടാണ്. അതുകൊണ്ട് അവർ നിരന്തരം പറയുന്നത് KSRTCക്ക് ഇത്ര കോടി നഷ്ടം ഉണ്ടായിന്ന്. KSRTC നഷ്ടം ഉണ്ടായി എന്നാ പറയുന്നത്. KSRTC നഷ്ടം ഉണ്ടായെന്നല്ലല്ലോ പറയേണ്ടത്. ഇത്രയും കാശ് 70 കോടി രൂപ 50 കോടി രൂപ സർക്കാർ ഈ ഇനത്തിലേക്ക് ചെലവഴിച്ചു എന്നാ പറയേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ പ്രശ്നമുണ്ട്. അത് പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നായത് കൊണ്ട് ഈ പെർസ്പെക്റ്റീവ് വരില്ല. എവിടെയാണ് സഹവാസം, എന്ത് തിയറിയാണ് ഇന്റേണലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് കിടക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, സി പി ജോണിന് ഇപ്പൊ VD സതീശൻ ഒരു കാരണവശാലും അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കൊച്ചിയിൽ എവിടെയോ ഒരു അജ്ഞാത ഇൻവെസ്റ്റർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഉടനെ ഹെലികോപ്റ്റർ എടുത്ത് അങ്ങോട്ട് പോണത്. അയാൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാനുള്ള ഒരു ഇതില്ലാത്ത എന്തുകൊണ്ടെന്ന് അറിയോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് മൂപ്പർക്ക് ഇപ്പോഴും ശരിക്കും ബോധ്യം വന്നിട്ടില്ല. അല്ല, പ്രേംകുമാർ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് അങ്ങനെ വന്നാൽ ഒരു ഉപചോദ്യം ചോദിക്കേണ്ടി വരും. അങ്ങനെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ ആ യാത്ര എന്നതിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? കാരണം അതേക്കുറിച്ച് അദ്ദേഹം വേറൊന്നും പറഞ്ഞിട്ടില്ല.
അത് സത്യമാവണമെന്നില്ല. ഒരു കളവ് പറയണമെങ്കിൽ പോലും നമ്മളുടെ സ്റ്റാറ്റസ് അനുസരിച്ചേ കളവ് പറയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് പറയാണ് എനിക്കിന്ന് സിനിമയ്ക്ക് പോകാനുണ്ട്, കളവായിരിക്കാം, പക്ഷെ എന്നാലും ഞാൻ സിനിമയ്ക്ക് പോകുന്നു നിങ്ങൾ വിശ്വസിക്കും. മറിച്ച് എനിക്ക് മമ്മൂട്ടിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ കളവ് പറയില്ലല്ലോ. മമ്മൂട്ടിയായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ സ്വയം അങ്ങനെ വിശ്വസിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഒരു ഇൻവെസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിപ്പോയി കാണേണ്ട ആളാണ് ഞാൻ എന്നുള്ള ബോധമാണ് ഇപ്പോഴും വി ഡി സതീശന്റെ ഉള്ളിലുള്ളത്. ആ ബോധമുള്ളതുകൊണ്ടാണ് അയാൾ ആ കളവ് പറയുന്നത്. മറിച്ച് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയില്ല. മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് CP ജോണിന് ബോധ്യമില്ല ഈ പദ്ധതി നടപ്പിലാക്കേണ്ടുന്ന UDF സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി നടപ്പിലാക്കേണ്ടുന്ന വകുപ്പിന്റെ മന്ത്രിയാണ് ഞാൻ ഇതിലായ ഓർമ്മയില്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത് സ്ത്രീകൾ ഇടിച്ചു കയറുകയാണ്, കാശ് ഇല്ലാത്ത സ്ത്രീകളാണ്. ഈ പൊടിപ്പാറ പറഞ്ഞ ന്യായീകരണം നിൽക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം പറയുന്നത് താഴേക്കടയിലാണെന്ന് പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ഇത് ഉപയോഗിക്കുമെന്ന് കരുതി ആയിരിക്കാം നടപ്പിലാക്കിയതാ. അങ്ങനെയാണെങ്കിൽ CP ജോൺ പറഞ്ഞത് ശരിയല്ല. എന്താണെന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ KSRTC-യിൽ ടിക്കറ്റ് കൊടുക്കാതെ, കാശ് കൊടുക്കാതെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. IT-യിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന എക്സാമ്പിൾ. അടുത്ത് പറയുന്നത് എന്താണ്? അച്ഛനോ ഭർത്താവിനോ അസുഖം വന്ന സർക്കാർ ആശുപത്രിയുടെ വരാന്തയെ കൊണ്ടുപോയി കിടത്തും എന്നാണ്. അതിന്റെ മറുപടി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നം എന്താ പറയുക, ഇവർക്ക് ടോട്ടലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം, ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ 102 സീറ്റുകൾ UDF-ന് കിട്ടി. കോൺഗ്രസിന്റെ MLA-മാരിൽ 95% ആളുകളും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ചോദിച്ചു ആര് മുഖ്യമന്ത്രി ആവണമെന്ന്. അയാൾ എഴുതി കൊടുത്ത കടലാസ് നമ്മൾ കണ്ടു, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണം. എന്നിട്ടാണ് 95% ആളുകളും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞെടുത്തെന്നാണ് VD സതീശൻ എന്ന് പറഞ്ഞ ഒരാള് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ഇനി ഈ സൗജന്യത്തിനെ പറ്റിയിട്ട് CP ജോൺ പറയുന്നതിൻ്റെ അകത്തുള്ള ഏറ്റവും പറയാതിരിക്കാൻ വയ്യ. UDF എന്നുള്ള സംവിധാനത്തിനുള്ളിൽ UDF-ന്റെ സൗജന്യം അനുഭവിച്ചുകൊണ്ട് ഇത്രയും കാലവും UDF-ന്റെ പ്രധാന നേതാവായിരുന്ന ആളാണ് CP ജോൺ. അല്ലാതെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കുറെ MLA-മാരുണ്ടായതുകൊണ്ടോ കുറെ കമ്മിറ്റികൾ ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല. എന്താണ് ഈ എന്താ പറയാ, ഒരു സൗജന്യ അക്കോമഡേഷൻ ജീവിതം കൊണ്ട്, പൊളിറ്റിക്കൽ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത മനുഷ്യനാണ് ഇദ്ദേഹമാണ് പെട്ടെന്ന് മാറി പറയുന്നത്. അത്രയായിട്ടുള്ള, അതായത് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്. താൻ ആരാണ്, നമ്മൾ ആരാണെന്ന് അറിയായികയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് കുപ്പിയിലാക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും കുറച്ച് അങ്ങോട്ടെത്തുമ്പം അത് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിൻസിയറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, ആളുകളോടുള്ള സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൊന്നാനിയിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് പാണക്കാടേക്ക് പോകാനും, പാണക്കാട് നിന്ന് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം വണ്ടൂരിൽ ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് പോകണം തോന്നാതെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് കാറ് വിടാൻ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് അവരിൽ ഉൾച്ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ള ഓർമ്മയും തിരിച്ചറിവും ഇല്ലാത്തതുകൊണ്ടാണ്. അത് പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ പൊളിട്രിക്സ് ആണ് ഇവരെ നയിക്കുന്നുള്ളതുകൊണ്ടാണ്. ഇത് ഇനിയും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്ര പെട്ടെന്ന് 70 ദിവസം കൊണ്ട് ഇത്രയും ദയനീയമായിട്ട് ഇത് വെളിപ്പെട്ടു പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി.